നുണകളാൽ പടുത്തുയർത്തിയ കൊട്ടാരത്തിൽ ചിരിയുടെ തൃശൂർ പൂരം തീർത്തിരിക്കുകയാണ് ബേസിൽ ജോസഫ് ആൻഡ് ജിത്തു ജോസഫ്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളിലൂടെ പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച ജിത്തു ജോസഫ് കോമഡി ട്രാക്കിലേക്ക് മടങ്ങി വന്ന ചിത്രമാണ് നുണക്കുഴി. ഹിറ്റ് സംവിധായകനൊപ്പം നായകനായി ബേസിൽ ജോസഫ് കൂടി എത്തിയ നുണക്കുഴി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് നുണക്കുഴി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. നുണകൾക്കുമേൽ നുണകളാൽ പടുത്തുയർത്തിയ കൊട്ടാരത്തിൽ ഒരു ദിവസമുണ്ടാകുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളെന്ന് ചിത്രത്തെ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാം. ആദ്യ അവസാനം നുണകൾ കൊണ്ട് അമ്മാനമാടുകയാണ് ഓരോ കഥാപാത്രങ്ങളും. അച്ഛൻ്റെ വിയോഗത്തിന് പിന്നാലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തിപ്പെടുകയാണ് എബി എന്ന ചെറുപ്പക്കാരൻ. ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്ത ഇയാൾ തൻ്റെ പുതിയ പദവിയും ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന എബിയുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറിമറിയുകയാണ്. പിന്നെ അങ്ങോട്ട് ഓട്ടപ്പാച്ചിലാണ്. ഒപ്പം ഒരു കൂട്ടം കഥാപാത്രങ്ങളും കൂടുന്നുണ്ട്. ബേസിൽ ജോസഫാണ് എബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒന്നിലധികം കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. സിനിമാ നടനും സിനിമാ മോഹിയായ യുവാവും പോലീസുമൊക്കെ എബിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥികളായി എത്തുകയാണ്. ഇവരെല്ലാം തമ്മിൽ പരസ്പരം അറിയാത്ത ബന്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ ചുറ്റുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ ചുരുളുകൾ അഴിക്കാനും സ്വയം രക്ഷപ്പെടാനുമൊക്കെ കഥാപാത്രങ്ങൾ നടത്തുന്ന നെട്ടോട്ടങ്ങളാണ് ചിരി ഉണർത്തുന്നത്. ആദ്യാവസാനം ചിരിയുടെ പശ്ചാത്തലത്തിലൂടെ കഥ പുരോഗമിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ത്രില്ലടിപ്പിക്കാനും ജിത്തു ജോസഫ് മറക്കുന്നില്ല. നുണക്കുഴിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ബേസിൽ ജോസഫാണ്. സമ്പന്നനായ കുടുംബത്തിൽ പിറന്ന എബിയായിട്ടാണ് ചിത്രത്തിൽ ബേസിൽ ജോസഫ് ഉള്ളത്. ഒരു നിർണായക ഘട്ടത്തിൽ എബിക്ക് തൻ്റെ കമ്പനിയുടെ MD ആയി ചുമതലയേൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കളിചിരി മാറാത്ത സ്വഭാവക്കാരനായ എബി തൻ്റെ അച്ഛൻ പടുത്തുയർത്തിയ കമ്പനികൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന പതർച്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ കഥയിൽ വഴിത്തിരിവുണ്ടാകുന്നതും പ്രത്യേകമായൊരു ഘട്ടത്തിലാണ്. എബിയുടെ കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നു. എന്നാൽ സമർത്ഥരായ ഉദ്യോഗസ്ഥരുള്ളതിനാൽ നികുതി വകുപ്പ് ഓഫീസർമാരെ കബളിപ്പിക്കാനും സാധിക്കുന്നു. പക്ഷേ എബിയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കുന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ട ഒന്നും ലാപ്ടോപ്പിലില്ല. എന്നാൽ എബിയെ പ്രതിസന്ധിയിലാക്കുന്നത് മറ്റൊന്നാണ്. തുടക്കത്തിലാണ് ആ വഴിത്തിരിവുണ്ടാകുന്ന രസകരമായ രംഗങ്ങൾ ഉള്ളതെങ്കിലും വെളിപ്പെടുത്തിയാൽ സ്പോയിലർ ആകുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. സിനിമ കാണുമ്പോൾ മാത്രം ഓരോരോ രംഗങ്ങളിലൂടെ രസച്ചരടുകൾ അഴിയുന്നതാണ് നുണക്കുഴി ആസ്വാദ്യകരമാക്കുക. അങ്ങനെ കോർത്തിണക്കിയ ഒട്ടേറെ രംഗങ്ങളിലൂടെ ചിരി വിടർത്തുന്നതാണ് നുണക്കുഴിയുടെ എഴുത്ത്. തിരക്കഥ K കൃഷ്ണകുമാറിൻ്റെതാണ്. 12th മാനും കൂമനും ത്രില്ലർ തിരക്കഥകളായി എഴുതിയ കൃഷ്ണകുമാർ നുണക്കുഴിയിൽ എത്തുമ്പോൾ തൻ്റെ ആ രീതികൾ പാടെ ഉപേക്ഷിക്കുന്നില്ല. എന്തായിരിക്കും അടുത്തത് എന്ന ചോദ്യത്തിൻ്റെ ആകാംക്ഷ ചിരിക്കൊപ്പം ചേർക്കുന്നുണ്ട് അദ്ദേഹം. മലയാളികൾ ആർത്തു ചിരിച്ച പഴയ സിനിമാ കോമഡി കാഴ്ചകളുടെ പുതിയ പതിപ്പാണ് നുണക്കുഴിയെന്ന് വേണമെങ്കിൽ പറയാം. ഉത്സവ അന്തരീക്ഷത്തിൽ കുടുംബസമേതം പൊട്ടിച്ചിരിക്കാവുന്ന നിരവധി രംഗങ്ങളാണ് നുണക്കുഴിയിൽ നിറച്ചിരിക്കുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് നുണക്കുഴി. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക.